തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്താ മാഡം? എനിക്കൊരു ടെസ്റ്റ് എടുക്കണം. എന്തിന്റെ ടെസ്റ്റാണ് മാഡം? ഇവിടെ എന്തൊക്കെ ടെസ്റ്റുകൾ എടുക്കും? ഇവിടെ എല്ലാ ടെസ്റ്റുകളും നടത്താനുള്ള സൗകര്യമുണ്ട്. ബ്ലഡ്, BP, കൊളസ്ട്രോൾ, പ്രഗ്നൻസി ടെസ്റ്റ് വരെ എടുക്കും. ആ ടെസ്റ്റ് എടുക്കണം. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാഡം മനസ്സിലാവുക? നിങ്ങള് അവസാനമായിട്ട് പറഞ്ഞ ടെസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റോ? ആ അതെ. ഇത് നേരത്തെ ഡെലിവറി കഴിഞ്ഞ ആതിരയുടെ ഫയലാ. ഓക്കെ, ശരി. സിസ്റ്റർ, ഈ കുട്ടിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് വേണം. കുട്ടിക്കാണോ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കേണ്ടത്? അതെ. കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛനോ അമ്മയോ വേറെ ആരെങ്കിലും? ഇങ്ങനെ ഒന്നും ഇണ്ടാകുന്ന എങ്ങനെ ശരിയാവും? കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരണേ. കുട്ടി അങ്ങോട്ടിരുന്ന് ഫോം പൂരിപ്പിച്ചോളൂ. ടെസ്റ്റ് എടുക്കാറാവുമ്പോ ഞാൻ പറയാം. എക്സ്ക്യൂസ് മീ. യെസ് മാഡം. ഡോക്ടർ പ്രേമ ആനന്ദിനെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുത്തിട്ടുണ്ട്. സിസിലി എന്നാണോ പേഷ്യന്റിന്റെ പേര്? അതെ. നേരെ പോയി വലതുവശത്താണ് ഡോക്ടറിന്റെ റൂം. താങ്ക് യു. ഓക്കെ മാഡം. മാഡം, ഇത് നല്ല ആശുപത്രിയല്ലേ? നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഇവിടെയുള്ളവരെല്ലാം നല്ല കഴിവുള്ള ഡോക്ടർമാര് തന്നെയാ. മരുന്നുകൊണ്ട് ഭേദമാകുന്ന അസുഖമുള്ളുവെങ്കിൽ അവർ തുറന്നു പറയും. അല്ലാതെ ആവശ്യമില്ലാതെ സർജറി ഒന്നും നടത്തില്ല. നിനക്കൊരു കുഴപ്പമില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നു. ഈ ഡോക്ടർ നിനക്ക് ക്യാൻസറാന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന്റെ ചികിത്സയെപ്പറ്റി ചിന്തിക്കാം. നീ ധൈര്യമായിട്ട് വാ. ഫോം പൂരിപ്പിച്ച മാഡം. സിസ്റ്റർ, ഈ കുട്ടിയെ ടെസ്റ്റിന് കൊണ്ടുപോയിക്കോളൂ. ഓക്കെ, കുട്ടി വരൂ. പാറു എടുത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. പ്രിയ, നീ ഇവിടെ വന്ന് നിൽക്കാണോ? നിന്നെ കരുണാകരൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അല്ല, പാറു ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ മോഹന. ഫോൺ ചെയ്ത് നോക്കായിരുന്നില്ലേ? അവള് കോൾ എടുക്കുന്നില്ല. അസുഖം കൂടിക്കാണോ? അല്ല, ഡോക്ടറെ കണ്ടിട്ട് എന്തായി? അല്ല, ഞാൻ അവളുടെ കൂടെ ആശുപത്രിയിൽ പോയെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റിയില്ല. കൃത്യസമയത്ത് ദർശനയുടെ ഒരു ആവശ്യത്തിന് എനിക്ക് വീട് വരെ പോകേണ്ടി വന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നീ അവളെ വിളിച്ചില്ലേ? വിളിച്ചു. അപ്പോൾ അവൾ ഓക്കെ ആണെന്നാ പറഞ്ഞത്. പക്ഷെ അവൾ എന്തോ മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നാ നിനക്ക് നേരിട്ട് പോയി അന്വേഷിക്കായിരുന്നല്ലോ. ഞാൻ രാവിലെ അവളെ കാണാൻ ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. പക്ഷെ അവൾ കമ്പനിയിലേക്ക് ഇറങ്ങിയെന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അവളെ കാണാനില്ല. എടാ, എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഹോസ്റ്റലിൽ പോയി അന്വേഷിക്കട്ടെ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലീവാണെന്ന് പറഞ്ഞാൽ മതി. നീ എവിടേക്കാ പോണേ? വീട്ടിലേക്ക്. ഞാനിന്ന് ലീവാ. ലീവ് എടുക്കണമെങ്കിലേ വീട്ടിൽ നിന്ന് വിളിച്ചു പറയണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. അല്ലാതെ കമ്പനി വന്ന് രജിസ്റ്റർ ഒപ്പിട്ടതിന് ശേഷമല്ല ലീവ് പറയേണ്ടത്. അല്ല,
നീ ഇപ്പൊ എന്തിനാ ലീവ് എടുക്കണേ? അതൊക്കെ എന്തിനാ ഞാൻ സാറിനോട് പറയുന്നത്? ലീവാണെന്ന് സാറിനെ അറിയിക്കേണ്ടത് ഒരു മര്യാദയാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പോവാ. അങ്ങനെ നിന്റെ ഇഷ്ടത്തിനും വരാനും പോവാനും ഇത് നിന്റെ അച്ചിവിടല്ല. ഇവിടെ എന്തുമാത്രം ജോലിയാ ബാക്കിയുള്ളതെന്ന് നിനക്കറിയോ? ചുമ്മാ ഇറങ്ങി പോവാനൊന്നേ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താന്ന് പറടാ. കാരണം പറഞ്ഞാൽ സാറിന്റെ പ്രശ്നം തീരുമോ? ഞാൻ പേഴ്സണലായ ഒരു ആവശ്യത്തിനാ പോകുന്നത്. ഇതൊക്കെ ഒരു കാരണാണടാ. വ്യക്തമായിട്ട് പറയടാ. നീ പാറു എന്ന് പറയാനല്ലേ വന്ന്? പാറുന്റെ കൂടെ പുറത്ത് ഇറങ്ങാനുള്ള പരിപാടിയായിരിക്കല്ലേ? അവളൊന്നും വന്നല്ലോ. ബീച്ചിലും പാർക്കിലും തിയേറ്ററിലൊക്കെ കറങ്ങാനുള്ള പരിപാടിയായിരിക്കും. ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട സർ. ഞാൻ ലീവാണെന്ന് പറഞ്ഞു, പേരിന് കാരണവും പറഞ്ഞു. ഇനിയും നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. കൈലാഷ് സാറ് നിങ്ങളോട് രണ്ടുപേരോടും ക്ഷമിച്ചു എന്ന് കരുതി എനിക്ക് നിങ്ങളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ലീവ് എടുക്കുന്നതും അതും തമ്മിൽ എന്താ ബന്ധം? വെറുതെ വിഷയം മാറ്റാൻ നിൽക്കരുത്. ഞാൻ എന്തായാലും പോവും. സാറിന് വേണമെങ്കിൽ എന്റെ ശമ്പളം പിടിക്കാം, ഇല്ലെങ്കിൽ മുകളിൽ റിപ്പോർട്ട് ചെയ്യാം. എനിക്ക് ഒരു വിരോധവുമില്ല. ഞാൻ പോവാ. കൈയെടുക്ക് സാറേ. പറ്റില്ല. ഇനി മേല് എന്റെ ദേഹത്ത് കൈവച്ചു പോരുത്. മോന, ഇയാൾക്ക് നല്ല വൃത്തിക്ക് ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുത്തേക്ക്. ശരി. റിപ്പോർട്ട് കിട്ടാൻ വൈകോ സിസ്റ്റർ? അത്യാവശ്യമാണെങ്കിൽ ഇന്ന് തന്നെ തരാം. പക്ഷെ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. സാരമില്ല, റിസൾട്ട് ഇന്ന് തന്നെ കിട്ടുമെങ്കിൽ ഞാൻ കാത്തു നിന്നോളാം. ശരി, എന്നാ കുട്ടി അങ്ങോട്ട് ഇരുന്നോളൂ. റിസൾട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ശരി. നമ്മളിവിടെ കുറെ നേരം ഇരിക്കേണ്ടി വരുമോ മാഡം?